ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ക്യൂരിയോസിറ്റി ദ ഖുർആൻ പോഡ്കാസ്റ്റ് ഈ ഒരു പേര് അനൗൺസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ഓരോരുത്തർ ഇന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ക്യൂരിയോസിറ്റി, അല്ല ഈ പോഡ്കാസ്റ്റ് എന്താണ്? എന്നോട് കുറേ ആളുകൾ ചോദിച്ചു പോഡ്കാസ്റ്റ് എന്താണ്, കാരണം ഇത് കൂടുതൽ ഫേമസ് അല്ലാത്തൊരു മേഖല. അതായത് പോഡ്കാസ്റ്റ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗം ജനതകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ക്യൂരിയോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ തന്നെ ഈ പോഡ്കാസ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്താണ്, അത് വിശദീകരിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ക്യൂരിയോസിറ്റി എന്നുള്ളത് ഈ വേർഡ് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ ജിജ്ഞാസക്ക് ഉപയോഗിക്കണ ജിജ്ഞാസയുടെ ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ ക്യൂരിയോസിറ്റി. അതിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം മാറ്റിയിട്ടൊരു ക്യൂ ഇട്ടിട്ട്, അഥവാ QUR, ഖുർആൻ്റെ ആ ഒരു ഇട്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ജിജ്ഞാസയെ ഉണർത്തുന്ന ഒരു പോഡ്കാസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് എന്നുള്ള വേർഡ് വന്നത് സത്യം പറഞ്ഞാൽ ഐപോഡ് എന്നുള്ള ഒരു ട്രഡീഷനിൽ നിന്നാണ്. ഐപോഡ് നമുക്കറിയാം, ഒരു ഓഡിയോ ബേസ്ഡുള്ള ഒരു മാധ്യമം ഇതായിരുന്നു, പാട്ടുകളൊക്കെ കൊടുക്കണം. അത് ബേസിലാണ് ഈ പോഡ്കാസ്റ്റ് എന്നുള്ള സംഭവം വരുന്നത്. ഒരു മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമാണത്. അപ്പം ഇപ്പം ഒരു പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും, അതുപോലെ തന്നെ സ്പോട്ടിഫൈയിലും ഒക്കെ ആയിട്ട് വരുന്നൊരു സാധനമാണ് ഈ പോഡ്കാസ്റ്റ് എന്നുള്ളത്. ഇനി പോഡ്കാസ്റ്റ് എത്രത്തോളം ഇന്നത്തെ കാലത്തിനോട് യോജിക്കുന്നു എന്നുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, പണ്ടൊക്കെ ഒരു കൊറോണൻ്റെ മുമ്പൊക്കെ ഉള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എൻ്റർടൈൻമെൻറ്റിനാണെങ്കിലും ഇൻഫർമേഷൻ ആണെന്നെങ്കിലും നമ്മൾ വീഡിയോകളെ അവലംബിച്ചിരുന്നത് യൂട്യൂബ് വീഡിയോസാണ്. അഥവാ നമ്മളെ ലാൻഡ്സ്കേപ്പിൽ വരുന്ന ഒരു 10-20 മിനിറ്റുകൾ നീണ്ടൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒക്കെ ലോകം, അതായത് ഇൻഫർമേഷൻ്റെ ലോകം വരെ ഇപ്പോൾ എന്തൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ റീൽസിൻ്റെ ടിക്ടോക്കിൻ്റെ വരവിന് ശേഷം, ടിക്ടോക്ക് ബാനായിട്ട് റീൽസ് വന്നു, അതേമാതിരി യൂട്യൂബിൽ ഷോർട്സ് വന്നതിന് ശേഷം ഈ ചെറിയ അതായത് 30 സെക്കൻഡിൽ 1.5 മിനിറ്റിൻ്റെ വീഡിയോസുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പോലും കുറച്ച് സമയം മാത്രം. ഒരു വെസ്റ്റേൺ കൾച്ചറിലൊക്കെ പോഡ്കാസ്റ്റ് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് പോഡ്കാസ്റ്റുകളെ നിലവിൽ നമുക്ക് കാണാം. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഒരുപാട് പോഡ്കാസ്റ്റ്, ഇസ്ലാമികമായുള്ള പോഡ്കാസ്റ്റുകൾ വരെ ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വലിയ പോഡ്കാസ്റ്റുകൾ ഇങ്ങനെ നമുക്ക് കാണാം. കേരളത്തിലെ ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലഘട്ടം മൊത്തത്തിൽ ഈ മിനിമൽ ആയി ചുരുങ്ങിയത് ഇനി കുറച്ചും കൂടി മാറിയിട്ട് നമുക്ക് വീഡിയോസ് കാണാൻ പോലും സമയമില്ലാത്തൊരു കാലഘട്ടമൊക്കെ വന്നേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ, ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഇത് ചെവിയിലൊരു ഇയർബഡ്സ് ഒക്കെ വെച്ചാൽ നമുക്ക് സൗണ്ട് മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടം ഇങ്ങനെ ഒരു ഇതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എന്തുകൊണ്ടും ഒരു പോഡ്കാസ്റ്റിന് സാധ്യതകൾ തെളിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ പോഡ്കാസ്റ്റുകൾ അത്ര സജീവമല്ല. ഏതാനും 1-2 ചാനലുകളൊക്കെ ഉണ്ട്. മുഖ്യധാരയിൽ 1-2 ചാനലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഖുർആന്റെ മേഖലയിൽ ഇസ്ലാമിക മേഖലയിൽ പോഡ്കാസ്റ്റുകൾ ചിലപ്പം കുറച്ചൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇസ്ലാമിക മേഖലയിൽ, പ്രത്യേകിച്ച് ഖുർആന്റെ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിട്ട്, ചിലപ്പോൾ ഇല്ലാതെ തന്നെ കണ്ടിട്ടില്ല. ഖുർആന്റെ മേഖല എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ഇസ്ലാമിക അക്കാദമിക് രംഗം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും, മൊത്തത്തിൽ ഒരു ഫിഖ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ശ്രേണിയാണ് വരുന്നത്. കേരളത്തിൽ ഒരു ആലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അയാൾ ഫിഖില് അതായത് നമ്മളിപ്പോ കേരളത്തിന്റെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക് കൾച്ചർ, ജൈനുദ്ദീൻ മഖ്തൂം തങ്ങളെ അങ്ങനത്തെ ആ ഒരു പാരമ്പര്യമായിട്ട് വരുമല്ലോ. പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് അദ്ദേഹം പറയാൻ പറ്റും. അതായത് ഫിഖി ഓറിയന്റഡ്, അതായത് ഫിക്കിയിൽ വരുന്ന ഒരാളുകൾ ആലിമായിട്ട് കൂടുതലായിട്ട് കിതാബുകൾ നോക്കുകയാണെങ്കിൽ നല്ല പ്രചാരം നേടിയ കിതാബുകളൊക്കെ അധികം ഫിഖ് ഓറിയന്റഡ് കാര്യം താരതമ്യേന ഫിഖാണ് കൂടുതൽ. അപ്പം ഈ ഒരു ക്യൂരിയോസിറ്റി ദ ഖുർആൻ പോഡ്കാസ്റ്റ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2 മേഖലയാണ്, 2 രീതിയിലാണ്. അഥവാ ഒന്ന്, താരതമ്യേന പുറകിൽ നിൽക്കുന്ന ഈ ഖുർആന്റെ അക്കാദമിക മേഖലയെ ഒന്ന് ജീവിപ്പിച്ചെടുക്കുക, അത് തന്നെ പുതിയ കാലത്തിനോട് ഏറ്റവും ഇണങ്ങിയ ഈ പോഡ്കാസ്റ്റ് രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ, ഖുർആൻ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ കേരളക്കരയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്നും ഓതുന്ന, എന്നും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഖുർആൻ എന്നും നമ്മോട് എപ്പോഴും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആയിലുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി. അല്ലാഹ് ഖുർആനെ എൻ്റെ ഖൽബിൻ്റെ വസന്തമാക്കണേ, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണേ. പിന്നെ പറയുന്നുണ്ട് വജലാ ഹുസ്നി, പല സങ്കടം ഉണ്ടാകുമ്പോൾ അന്ന് രക്ഷ നേടാൻ പോലും ഖുർആനെ സമീപിക്കുന്നതായുള്ളൊരു സങ്കടം എന്നല്ല. ഇപ്പം സങ്കടം എന്ന് പറയുമ്പോൾ ഇപ്പം സങ്കടം ആവണം തന്നെയല്ല, നമുക്കിപ്പോൾ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ ഉണ്ടായാൽ
ആ ഒരു കൺസേണുമായി പോലും ഖുർആൻ ബന്ധപ്പെടുന്നതായിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സംഭവം ഇതെന്താ ഇങ്ങനെ സംഭവിച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് കാണുക. അങ്ങനെ ഖുർആൻ നമ്മുടെ ജീവിതത്തോട് കൂടുതലായിട്ട് ഇടപഴകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ തന്നെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു 2 ആൾ കൂടുന്ന ഒരു 3-4 ആൾ കൂടുന്ന ഒരു സർക്കിളിൽ ചോദിച്ചാൽ തന്നെ അറിയാം നമ്മളിപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിലൊരു ഭയങ്കര ബോധഡായി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലൊരു സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഖുർആൻ എടുത്ത് ഓതുന്ന സമയത്ത് ആ ഖുർആൻ നേരിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കണ പോലെ ഒരുപാട് തോന്നിയ അനുഭവം നമ്മളുടെ തന്നെ ഉണ്ടാവാൻ. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി നമുക്ക് തന്നെ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ ഒരു പള്ളിയിൽ ഇമാമായിട്ട് നിന്നിരുന്നു. റമദാനല്ലേ, അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കറിയാം ഒരുപാട് പിരിവുകളൊക്കെ ഉണ്ടാവുന്ന മാസമാണ്. പള്ളിക്കായിട്ടും മദ്രസക്കായിട്ടും സ്ഥാപനങ്ങൾക്കായിട്ടും ഒക്കെ. അപ്പോൾ ഈ പിരിവുകളൊക്കെ നടക്കുമ്പോൾ ആളുകൾ നമുക്കറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, എങ്ങനെയാണ് അവർ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത് എന്നതുപോലെ നമുക്കറിയാം. തീരെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പോലും വകയില്ലാത്ത ആളുകൾ പോലും ഈ പിരിവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ കൈ മറന്നിട്ട് അവർ സ്വതക്ക നൽകുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സംഭവം? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയായാലും അത് കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഏതായാലും കഴിയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്താണ് ഇവരെ ഈ ഒരു സ്വതക്ക നൽകാനുള്ളൊരു മോട്ടീവ് ഇത്രയെന്ന്. പിന്നെ ഞാനത് വിട്ടു, വലിയ വിഷയമാക്കി എടുത്തില്ല. പിന്നെ ഇതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പിന്നെ ഞാൻ അന്ന് അസറൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ നമ്മളിങ്ങനെ ഖത്മോദിയത്തിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇങ്ങനെ ഓതി. അപ്പോൾ അങ്ങനെ 2-3 പേജ് എത്തി സൂറത്തുൽ മുനാഫിഖൂൻ എത്തി. അപ്പോൾ മുനാഫിഖൂനിലെ അവസാനത്തെ ആയത്ത് ഞാൻ അങ്ങനെ ഓതി. പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ സാധാരണ തന്നെ മുനാഫിഖൂൻ ഓതുമ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് അർത്ഥങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം ഈ അവസാനത്തെ ആയത്ത് وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين എന്നുള്ളതായത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും കാണണമെന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത് വരുന്ന ഈ സംഭവത്തോടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അള്ളാഹു ആ ആയത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് മരണമാസന്നമായി, ആ മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടൊരു നിമിഷമാണല്ലോ. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. മരണമാസന്നമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടൊരു സമയമാണ്. ആ ഒരു സമയത്ത് ആ അള്ളാഹു ആയത്തിൽ പറയാണ്, ആ ഒരു സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് കെഞ്ചാണ്, എനിക്ക് ഒരു സെക്കൻഡ് പോലും തരുമല്ലോ, ഒരു സെക്കൻഡ് കൂടി തരുമോ. അങ്ങനെ ആ ഒരു സെക്കൻഡ് അവനക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, അവനക്ക് ഞാനൊരു സെക്കൻഡ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്നൊരു അമലെന്ന് പറഞ്ഞാൽ ഞാൻ സ്വതക്ക ചെയ്യാം. അവന് പറയുന്നതായിട്ട് അള്ളാഹു പറയണ ഇങ്ങനെ, എനിക്ക് അള്ളാഹു നീ ഒരു സെക്കൻഡ് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഞാൻ സ്വതക്ക ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ അന്നുച്ചക്ക് ഞാൻ ഇപ്പോൾ ആലോചിച്ച ആ കാര്യവുമായി കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഖുർആൻ നമ്മൾ ഓരോ കൺസേണിൻ്റെ കൂടി നമ്മുടെ കൂടെ ഖുർആൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരും. ഒരു പക്ഷേ അതായിരിക്കും ഖുർആന് ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങി ഇപ്പോഴും അതിൻ്റെ ആ ഒരു റെലവൻസ് കീപ്പ് ചെയ്യണതും ഒരു വിഷയം തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ജലാ ഹുസ്നി എന്നുള്ളൊരു വിഷയം പറഞ്ഞല്ലോ, ദുഃഖം പോണതിനെ കുറിച്ച്. ഞാൻ ഈ അടുത്തൊരു റീലാണ്ട്. ആ റീലിൽ ഒരു നിരീശ്വരവാദി ഇങ്ങനെ എന്തൊക്കെ ആരോപണം ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഖുർആനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈസ് ദർ എ സിംഗിൾ വേഴ്സ് ഇൻ ഖുർആൻ ദാറ്റ് ക്യാൻ കൺസോൾ എ ട്രബിൾഡ് മാൻ? ഒരു ദുഃഖിതനായിരിക്കുന്ന ഒരു മനുഷ്യനെ സാന്ത്വനിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ ആയത്തെങ്കിലും ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിരീശ്വരവാദിൻ്റെ ഇത് കാണുമ്പോൾ നമ്മൾ താഴത്ത് നോക്കും, ഇതേത് അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഇസ്ലാമിക് ബേസിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മളിതിന് ശേഷം ഒരു മറുപടി പ്രസംഗം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണേ, അവിടെ ഒരു മറുപടി പ്രസംഗത്തിന് പകരം നേരെ വല്ലുഹ സൂറത്ത് പ്ലേ ആവണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. വല്ലുഹ സൂറത്തിൽ വല്ലുഹ വല്ലൈലി ഇദാ സജഅ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറയും. അഥവാ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു ആയത്ത്. ആ സൂറത്ത് ദുആന്റെ പശ്ചാത്തലം നോക്കിയാൽ തന്നെ അല്ലേ, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, അതായത് ഒരുപാട് കാലത്തിന് വഹിയൊന്നും വരാതെ മുഹമ്മദേ നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയോ,
ഇപ്പം വഹിയൊന്നും വരുന്നില്ല എന്നൊക്കെ. അപ്പൊ രണ്ട് നിലക്ക്, അഥവാ റബ്ബിന്റെ അടുത്ത് നിന്ന് വഹി വരുന്നില്ല എന്നുള്ള സങ്കടവും അതുപോലെ തന്നെ ശത്രുക്കളുടെ അടുത്ത് ഈ ഒരു കുത്തുവാക്കും, ഇത് രണ്ടും കൂടി സഹിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് തുടക്കകാലത്താണ്. അതായത് ഇനി സ്റ്റെക്ക് ആയത് തീർന്നോ. പിന്നെ ആ സൂറത്തിൽ നിന്ന് ആലോചിച്ചാൽ മാ വദ്ദാക്ക റബ്ബുക, ഒരു രക്ഷിതാവ് തന്റെ കുട്ടിയെ വിളിച്ച് പറഞ്ഞ പോലെ ഒരു ഉപ്പ മകനോട് എന്റെ റബ്ബിനെ എന്നെ ഒഴിവാക്കിയിട്ടില്ല, അതിന് വിട്ടു പോവില്ല. എന്നിട്ട് പിന്നെ പറയാം അലം മജിദ്ക്ക് എത്തീമ ഫാവ. പണ്ടുണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ കര കയറ്റി തന്നിട്ടുണ്ടല്ലോ. അതുപോലെ അടുത്ത സൂറത്ത് തന്നെയാണ് അലം നശ്റഹ് ലക സദ്റക. നിങ്ങൾക്ക് ചെയ്തെന്ന നിയമത്തുകൾ ഇങ്ങനെ എടുത്തു പറയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും കൈ വെടിയൂല, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാണല്ലോ ഇത് നമ്മൾ ചെയ്തു തരും. അവർ ഒരിക്കലും കൈ വെടിയൂല, അങ്ങനെ ഒരു റബ്ബല്ല ഞാൻ. ഇത് റസൂലുള്ളാഹിക്ക് അവതരണം ആ ഒരു സമയത്ത് അവതരണമായതാണ്. പക്ഷെ ഇന്നും ഏതൊരു മനുഷ്യർ, ഒരു ദുഃഖിതനായ ഒരു മനുഷ്യൻ ഈ ഒരു സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ അർത്ഥാലോചന സമയത്ത് നമ്മുടെ രക്ഷിതാവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു, അർത്ഥമാണെന്നില്ല. ആ ഒരു പാരായണത്തിന്റെ ഒരു തജ്വീദൊക്കെ അനുസരിച്ചുള്ള ഒരു പാരായണത്തിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ആശ്വാസം. ഖുർആന്റെ താളാത്മകത ഒക്കെ ഒരുപാട് അക്കാദമിക് ആയിട്ടും ചർച്ചകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ടൈമില് അതിന് മാത്രം. പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഖുർആന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഉത്ഭവകാലം മുതൽ എസ്പെഷ്യലി ഈ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ എത്തിസ്റ്റുകളൊക്കെ നിരീശ്വരവാദികളൊക്കെ സ്ഥിരം നിരന്തരം പല പ്രാവശ്യം ആരോപിച്ചത് തന്നെ ആയിരിക്കും, പക്ഷെ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു മുസ്ലിം പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ പല ഇതുകൊണ്ടോ, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇത് കറക്റ്റ് മറുപടി കൊടുക്കുന്നത്? ഈ ഖുർആന്റെ ഉത്ഭവകാലത്ത് തന്നെ ഈ ഒരു ആരോപണങ്ങളുടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റസൂലുള്ള ഒരു റോമൻ പുരോഹിതന്റെ അടുത്ത് പോയിട്ട് ആണ് ഈ ഖുർആനുകൾ എഴുതി ഉണ്ടാക്കുന്നത്. അതായത് ഇതൊരു അല്ലാഹുവിന്റെ നല്ല ദൈവിക ഗ്രന്ഥമല്ല. അങ്ങനെ ഒരു വാദം വന്നിരുന്നു. ഇതിന് ഖുർആൻ തന്നെ മറുപടി ആയിട്ട് പറയുന്നുണ്ട്, ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി ലിസാനുൻ അറബിയ്യുൻ മുബീൻ എന്ന് പറയുന്നുണ്ട്. അഥവാ ഈ എന്താണ്, നിങ്ങൾ റസൂലുള്ളാഹിലേക്ക് ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ആരോപിച്ചുകൊണ്ട് പറയുന്ന ഈ റോമൻ പുരോഹിതൻ ഒരു അനറബി ഭാഷക്കാരനാണ്, പക്ഷെ ഖുർആൻ നല്ല വ്യക്തമായ സ്ഫുടമായ അറബിയിലാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഈ ഖുർആനിലെ കഥകൾ എന്ന നിലക്ക് അതിനെന്തില്ല, ഒരു അമാനുഷികതയില്ല. ഇതിന് മുമ്പ് വന്ന ഗ്രന്ഥങ്ങളിലും ഇപ്പം ഇഞ്ചിലായാലും തൗറാത്തായാലും ഇതിലൊക്കെ വന്ന കഥകൾ, അല്ലെങ്കിൽ ആ കാലത്ത് സംഭവിച്ച കഥകളാണ് ഖുർആനിൽ പിന്നീട് വന്നിട്ടുള്ളത്. ഈ കഥകളിലല്ല അമാനുഷികത, അമാനുഷികമായ കഥകളുണ്ട്, അതെല്ലാം ഉദ്ദേശിച്ചത്. ഈ കഥകൾ പറയാ എന്നുള്ളതല്ല അമാനുഷികത. ഈ കഥകൾ എത്ര കൃത്യമായ അല്ലെങ്കിൽ എത്ര സ്ഫുടമായ അറബിയിലാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അജമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറബ് ഭാഷ സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ കഴിഞ്ഞേക്കാം, പക്ഷെ അള്ളാഹു ഉപയോഗിച്ച അറബിയുൻ മുബീൻ, വ്യക്തമായ അറബ് ഭാഷ, അത് ഏത് കാലത്താന്നും കൂടി നമ്മൾ ആലോചിക്കാം. ദുബ്യാനിയെ പോലെ അല്ലെങ്കിൽ ഇമ്രുൽ ഖൈസ്, സുഹൈർ ഇബ്നു അബി സലമ പോലത്തെ സാഹിത്യ സാമ്രാട്ടുകൾ വാണ്ടിരുന്ന ഒരു കാലഘട്ടത്താണ് ഖുർആൻ വരുന്നത്. ഓലെ കുറിച്ച് പറയുകയാണെങ്കിൽ കൾച്ചറലി പറ്റ ലിറ്ററേച്ചർ വെച്ച് നോക്കുമ്പോൾ ഇന്നും അറബി ഭാഷയിൽ പലതിനും അവലംബമായിട്ട് എടുക്കുക അന്നത്തെ കവിതകളാണ്. അത്രക്കും സാഹിത്യ സാമ്രാട്ടുകൾ വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ വരുന്നതും വന്നിട്ട് അവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 10 സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു വെല്ലുവിളിനെ നേരിടാൻ അന്നത്തെ സാഹിത്യ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാഹിത്യകാരന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെ ആസ്പദമാക്കി കേരളത്തിൽ നിന്ന് ഒരുപാട് കേരളത്തിൽ ഇങ്ങനെ ഒരു ആരോപണങ്ങളുടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നിരവധി നിരീശ്വരവാദികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇസ്ലാമിനെതിരെ നിരവധി ആരോപണങ്ങളായിട്ട് ഇങ്ങനെ വരാറുണ്ട്, ഖുർആനെതിരെ വരാറുണ്ട്. ഈ അടുത്ത് ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വീഡിയോകൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം ഈ അടുത്ത് ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാത്തതും എന്നാൽ ഇന്നത്തെ സയൻസ് കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു സയന്റിഫിക് ഫാക്ട് ഖുർആനിലുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഷഹാദത്ത് ഈ 6-ാം നൂറ്റാണ്ട് സത്യത്തിൽ 6-ാം നൂറ്റാണ്ടില് ലോക്കലാണെന്നുള്ളതും അവര്
6-ാം നൂറ്റാണ്ട് ഒരു ജാഹിലിയത്തിന്റെ ജാഹിലിയത്തിന്റെ കാലം കാലാണ്, എന്നുള്ളത് ഒരു ഡാർക്ക് ഏജ് ആണെന്നുള്ള നമ്മളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ ഇറങ്ങുന്നതും നുബുവത്ത് വരുന്നതൊക്കെ ഈ 7-ാം നൂറ്റാണ്ടിലാണ്. എനിക്ക് എപ്പോഴും അത്ഭുതമായി തോന്നലുണ്ട്. അഥവാ നമ്മൾ എന്തെങ്കിലും മതപരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അപ്പൊ പറയും 21-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാത്തവർ, 6-ാം നൂറ്റാണ്ടിൽ കുടുങ്ങി കിടക്കുന്നവരെന്നൊക്കെ പറയാം. ഇതൊരു കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ ഇതിൽ പോലും അവർ ഇതിന്റെ ഒരു ചരിത്രപരമായ കാര്യങ്ങൾ തിരയാൻ അവർ ശ്രമിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ഈ ഒരു സംഭവം എന്നുള്ളത് 6-ആയി മാറിയത്? ഒരു പരക്കെ എല്ലാവർക്കും ഒരു തെറ്റുപറ്റി പറയുമ്പോൾ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിപ്രായത്തില് ഡാർക്ക് ഏജ് ആണ്. അഥവാ നമ്മൾ പറയുന്ന എല്ലാ ദുഷിച്ചവർക്കും പെണ്ണുങ്ങളെ കുഴിച്ചുമൂട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹ് നബിനോട് ഒരു ഹദീസിൽ പറയണ്ടല്ലോ, നബി തങ്ങളെ മുദമ്മം എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ നബിനോട് ചോദിച്ചപ്പോൾ നബി പറയണ്ടല്ലോ, അവര് മുദമ്മമിനല്ല കളിയാക്കണേ, മുഹമ്മദിനല്ലല്ലോ. അതേ ഒരു രീതിയിലായിരിക്കാം നബിക്കെതിരെ പറയുമ്പോൾ അത് 6-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണല്ലോ അവർ പറയുന്നത്, 7-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്നതല്ലോ എന്നുള്ള നിലക്ക് അങ്ങനെ. എന്തായാലും ഈ വ്യക്തി ഉന്നയിച്ച ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാത്തതും എന്നാൽ ഇന്ന് സയൻസ് കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു സയന്റിഫിക് ഫാക്ട് ഖുർആനിൽ ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്നും ഈ പറയലേ ഉള്ളൂ. അദ്ദേഹം ഒരു പൂർണ്ണ സംവാദത്തിന് പോലെ ഇതൊരു സംവാദത്തിന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ മുസ്ലിം പക്ഷം ഇത് ഏറ്റെടുക്കുകയും ഇതിനെതിരെ ഒരു തുറന്ന സംവാദം തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഇയാളൊരു വെല്ലുവിളി തന്നെ ഒരു പ്രശ്നമുണ്ട്. അഥവാ ഇയാൾ പറയുന്നത് ഒരൊറ്റ സയന്റിഫിക് ഫാക്ട് ഖുർആനിലുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും. ഒരു ഒറ്റ സയന്റിഫിക് ഫാക്ട് ഒരു ഗ്രന്ഥത്തിലുണ്ട്, അത് കുറച്ച് മുമ്പത്തെ ഗ്രന്ഥമാണെന്നുള്ളതുകൊണ്ട് അത് ദൈവികമെന്ന് തെളിയിക്കാൻ കഴിയില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓക്കെ, അഥവാ ഒരൊറ്റ സംഭവം തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇത് ദൈവിക ഗ്രന്ഥമല്ല എന്ന് പറയാം. പക്ഷേ അയാൾ ഈ ഒരു ഇതിന് വന്നു. അയാളുടെ വിഷാദനത്തിൽ മുഴുവനായിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയാറുള്ള സാഹിത്യമായിട്ടുള്ള നമ്മൾ എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഖുർആനിക ആയത്തുകൾക്കുള്ള ഒരു റെഫ്യൂട്ടേഷനുമായിട്ടാണ് അയാൾ വന്നത്. അതിൽ തന്നെ പരമാവധി ഫോക്കസ് ചെയ്യാതെ അദ്ദേഹം നേരെ സിന്ദാനി പ്രൊജക്റ്റിനെ കുറ്റം പറയുക, അതുപോലെ തന്നെ മോറിസ് ബുക്കായിക്ക് വന്ന പ്രശ്നങ്ങൾ പറയുക, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ അതിൽ മുസ്ലിം പക്ഷത്തു നിന്ന് കൊണ്ടുവന്നൊരു ആയത്ത്, അഥവാ അധികം ഒന്നും നമ്മൾ പ്രചാരത്തിൽ അധികം ഓടാത്തൊരു ആയത്താണ് അന്ന് വന്നത്. അന്ന് അവിടെ അവതരിപ്പിച്ച ആയത്ത് എന്ന് വെച്ചാൽ സൂറത്ത് നൂറിലെ ഔക്കലുലുമാത്തിൻ ഫി ബഹ്രിൻ ലുജ്ജിയിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ഉലുമാത്തും ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യഖദിറഹ എന്നുള്ള ഒരു ആയത്താണ്. ഈ ഒരു ആയത്ത് അവിടെ കൊണ്ടുവരുന്നത് എന്തിനാ വെച്ചാൽ ഒരു സത്യനിഷേധി എത്രത്തോളം അന്ധകാരത്തിൽ പൊതിഞ്ഞ് കിടക്കുകയാണെന്ന് വിശദീകരിക്കാൻ ഖുർആൻ ഒരു ഉപമ കൊണ്ടുവരാണ്. അവൻ ജീവിക്കുന്ന അവൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു അന്ധകാരം, ആ ഒരു അന്ധകാരത്തിനെ ഉപമിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ കൊണ്ടുവരുന്നത് ആയക്കടലിൽ ഇരുട്ടാണ്. ഇവിടെ തന്നെ ഒരു അസ്വാഭാവികതയല്ലേ? 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക്, 7-ാം നൂറ്റാണ്ടിലെ നമ്മൾ പറയുന്ന ഈ ഒരു അറബികൾക്ക് സത്യനിഷേധത്തിന്റെ അന്ധകാരം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്താ പറയാ, ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുട്ടോ അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഇരുട്ടിനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ആയക്കടലിലെ ഇരുട്ടിനെ കുറിച്ചാണ്. ചർച്ച തുടങ്ങിയെന്നാ ആയക്കടലിലെ ഇരുട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് എന്നാ അറിയാൻ സൗകര്യം ഈ കാലത്ത് പോലും ആളുകൾക്ക് ആർക്കും അറിയില്ല. മാത്രമല്ല ഇത് 7-ാം നൂറ്റാണ്ട് പോയിട്ട് ഒരു 14, 15, 16 നൂറ്റാണ്ട് വരെ പോലും ഇതിനെ സംഭവമൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല. പിന്നെ സയന്റിഫിക്കലി നമ്മളെ സബ്മറൈൻസ് ഒക്കെ വന്നതിന് ശേഷമൊക്കെയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ റഡാറുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ വരുന്നത് തന്നെ. അപ്പം പക്ഷെ ഈ ഒരു ആയക്കാട്ടിലെ ഇരുട്ട് എന്ന് പറഞ്ഞ് ഖുർആൻ നിർത്തിയില്ല. അതും കൂടി ഒരു പോയിന്റാണ്. അതിൽ കുറച്ചും കൂടി കടന്നിട്ട് പറയുന്നത് എന്ത് പറയുന്നത്, മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സാബ് എന്ന് പറയുന്നത്. അഥവാ ഒരു തിരമാല, അതിന് മുകളിൽ ഒരു തിരമാല, അതിന് മുകളിൽ കാർമേഘത്തിന്റെ ഇരുട്ട്. അപ്പൊ ഈ തിരമാലകൾക്ക് മുകളിലെ തിരമാല, ഇതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം ഇത് ഒരു ആയത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ്. അഥവാ തിരമാല ഇന്റേണൽ വേവ്സ് എന്ന് പറയും, തിരമാലകൾക്ക് മുകളിലോട്ട് തിരമാല പോകുക എന്നുള്ളത്. ഇതൊന്നും ഒരു മനുഷ്യന് അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ അറബി എന്നല്ല, പൊതുവെ ഒരു വലിയ വിഭാഗം മനുഷ്യർക്കും അറിയാത്തൊരു സംഭവമാണ്. ഇതും കൂടി ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞല്ലോ. അപ്പൊ ഓർമ്മ വന്നാണ് നമ്മളെ ടൈറ്റന്റെ വിഷയം ഉണ്ടായിരുന്നു, ടൈറ്റാനിക് കാണാൻ പോയ ആ വിഷയത്തിൽ നമ്മൾ ടൈറ്റൻ പോയി അവിടെ ഇംപ്ലോഷൻ സംഭവിച്ച ആ ഒരു സംഭവത്തെ കുറിച്ചൊരു ശാസ്ത്രജ്ഞന്റെ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ കടലിന്റെ അടിയിൽ ഇരുട്ട് എന്ന് പറയാൻ നമ്മുടെ കരങ്ങൾ പോലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു കോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അത് ഈ ആയത്തും അതും നോക്കിയപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഈ ആയത്ത് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ കൈയിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തോട് ഏറ്റവും അടുത്ത അത് കരത്തിന്റെ ഒരു പ്രത്യേകത കൂടി എന്താണ്, ശരീരത്തിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ളതാണ്. നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു
അതുപോലെ കാണാൻ പറ്റാത്ത അതുപോലും കാണാൻ പറ്റില്ല അള്ളാഹു. അതേ ഒരു പക്ഷേ ആ ഒരു ഇംപ്ലോഷനുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് അവിടുത്തെ അവസ്ഥകളൊക്കെ വിശദീകരിച്ചു കൊടുത്തതാണ്. അവിടുത്തെ പ്രഷറും അവിടെയുള്ള പ്രഷറും അതുപോലെ തന്നെ അവിടുത്തെ അതിന് കൂടെ അതിന്റെ ഇരുട്ട് പറഞ്ഞു. പക്ഷെ ആ ഇരുട്ടിനെ വർണ്ണിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച അതേ ഉപമയാണ് ഖുർആനും ആ ഇരുട്ട് പറയുന്നത്. അതാണ് ഖുർആന്റെ ആ ഒരു കാലങ്ങൾക്കപ്പുറം കാണാനുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അന്ന് അത് വ്യാഖ്യാനിക്കും. പക്ഷെ ഇതിന് മറുപടി ആ വ്യക്തി വന്നു. ഇതിന് മറുപടി ആയിട്ട് വന്നിട്ടും ഈ ഒരു വിഷയം തൊടാതെ വീണ്ടും ചിന്താനിയെ കൊണ്ടുവന്ന് വീണ്ടും മോറിസ് ബുക്കായിയെ പറഞ്ഞുകൊണ്ട് തീർത്തൊരു സ്ട്രോമാൻ ഫാലസി ഉപയോഗിച്ച് പോരാൻ. എന്തായാലും ഡിബേറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം ശാത്തൊന്നും ചെല്ലിയിട്ടില്ല. പിന്നെ അതല്ല നമ്മളിപ്പോൾ ഈ സയൻസ് ആയിട്ട് ഖുറാന്റെ പ്രത്യേകതകൾ പറയണ്ടല്ലോ. പക്ഷെ ഖുറാൻ ഇപ്പോഴും ഈ നമ്മൾ പറയാം ഭൂമി ശരിക്കും എങ്ങനെ പറയല്ലേ, ഒരു ഉരുണ്ട രൂപത്തില് കുറച്ച് പരന്ന രൂപത്തില് അഗ്രഹങ്ങൾ പരന്ന് ഉരുണ്ട രൂപത്തില്. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമിയെ കുറിച്ച് ഖുറാൻ എപ്പോഴും പറയുന്നത് എന്താ, സുത്തിഹത്ത് എന്നല്ലേ, പരന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ മറുപടി എടുക്കുക. ഈ സൂറത്തുൽ ഓശയിലെ സുത്തിഹത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഒരു സെറ്റ് ഓഫ് ആയത്താണ്. കുറച്ച് ആയത്തുകൾ ഇങ്ങനെ വരികയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് മുതൽ വൈലസ്സമായി കൈഫ റുഫിയത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുത്തിയത് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണ്. അഥവാ ഇത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒരു ഒട്ടകം. ആ ഒട്ടകത്തിന് നിങ്ങൾ ഒട്ടകത്തിന്റെ ചിത്രം വെച്ച് നമുക്ക് ചിന്തിക്കാം. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതുപോലെ തന്നെ എന്തിലേക്ക്, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലെങ്കിൽ പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അങ്ങനെ വേണം ചിത്രീകരിക്കാം. വ്യത്യസ്ത ഓരോന്ന് വേറെ വേറെ പിക്ചറുകളായിട്ട് നമുക്ക്. പക്ഷേ പിന്നെ സൊഫത്ത് തഫാസിറൊക്കെ ഇതിനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അഥവാ ഇതിലൊരു സിനിമാറ്റിക് അപ്രോച്ചിലൂടെ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കുറച്ച് ഇമേജസ് ഇങ്ങനെ കാണുന്നതിന് പകരം ഇതിനൊരു സിനിമാറ്റിക് അപ്രോച്ചിൽ കാണാം. അഥവാ ഈ ഒരു സെറ്റ് ഓഫ് ആയത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബദവിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇമാജിനറി ചെയ്ത. എനിക്ക് തോന്നുന്നു ഈ സൂറത്തുൽ ഖാശിയ അത് തുടക്കം മുതലേ ഇമാജിനറി സ്വഭാവം കൈവരിച്ചിട്ടുണ്ട്. പ്രലോഭനങ്ങളും ഭീഷണികളാണ്. ശരിക്കും അതൊരു സാധാരണ ഒരു അക്കാദമിക് മനുഷ്യനേക്കാളും കൂടുതൽ ഒരു ബദവിക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ആയത്തിന്റെ തന്നെ രൂപകൽപ്പന, ആ ഒരു സൂറത്ത് തന്നെ ഉള്ളത്. അപ്പം ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബദവിയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു ആയത്തുകളെ കാണാം. ക്യാമറ ഫിറ്റ് ചെയ്യാം. അപ്പം അയാളെ കണ്ണുകളിട്ട് നോക്കൂ. ഒരു മരുഭൂമിയിലൂടെ പോണ ഒരു ബദവി, അദ്ദേഹം മുന്നോട്ട് നോക്കുമ്പോൾ ആദ്യം കാണാൻ അയാളുടെ ഒട്ടകമാണ്. അയാൾ ചിന്തിച്ച് തുടങ്ങുകയാണ്. ഏകാന്തതയിൽ അയാൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് അയാളുടെ ഒട്ടകമാണ്. അപ്പം ഖുർആൻ അവിടെ ഇടപെട്ടു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതിനെങ്ങനെയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടകത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് പറയാം. അത് എത്രത്തോളം മരുഭൂമിയുമായി അഡാപ്റ്റ് ആണെന്നൊക്കെ ഉള്ള വിഷയം നമുക്കറിയാലോ. അതിന്റെ കാലുകൾ മരുഭൂമിയുടെ മണലിൽ താവൂല, അതുപോലെ തന്നെ അതിന്റെ ആമാശയങ്ങളിലെ അറകള്, അതുപോലെ തന്നെ അതിന്റെ കൊഴുപ്പ് ശേഖരിച്ചു വെക്കാനുള്ള കഴിവൊക്കെ. തീർത്തും ഒരു മരുഭൂമിന്റെ സിറ്റുവേഷനോട് അടുത്തൊരു സാഹചര്യത്തോട് യോജിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു ആ ഒരു ഇതിലേക്ക്, ഇതൊക്കെ പദവികൾക്ക് അറിഞ്ഞൊരു സംഭവമാണല്ലോ, അതിലേക്ക് അവരെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. വൈല സമായി കൈഫ റുഫിയത്, അടുത്ത ആയത്താണ്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, അതിനെ നാം എങ്ങനെയാണ് ഉയർത്തി വെച്ചിട്ടുള്ളത്. അവിടെ ഒരു വിഷയമുണ്ട്. ഈ ആകാശം എന്നുള്ളത് ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നൊരു സാധനമാണ്. അഥവാ സമയം അറിയാൻ അവർ ആകാശത്തിനെ ആശ്രയിച്ചിരുന്നു. അതുപോലെ തന്നെ ദിശ അറിയാൻ അവർ ആകാശത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. അടുത്ത ആയത്ത് ഇയാളുടെ രണ്ടു വശങ്ങളിലായി പിന്നെ കാണാവുന്നത് എന്താണ്? പർവ്വതങ്ങളാണ്. അപ്പോൾ വൈലൽ ജിബാലി കൈഫ നുസിബത്, ഇതിനൊക്കെ എങ്ങനെയാണ് നാട്ടി നിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വൈലൽ അർളി കൈഫ സുത്തിയത് എന്ന് പറഞ്ഞത്. ഭൂമി എങ്ങനെ പരന്നു കിടക്കുന്നു. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഭൂമി എങ്ങനെയാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത് നീ പദവിയോട് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ ഉരുണ്ടിരിക്കുമ്പോഴും നമുക്ക് പരത്തി തരാനുള്ള ഒരു ദൈവത്തിന്റെ അല്ല അള്ളാഹുവിന്റെ സ്രഷ്ടാവിന്റെ ഒരു കഴിവാണ് ആ ഒരു ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. ഇങ്ങനെ സുത്തിഹത്തൊക്കെ പക്ഷേ നമ്മള് ഖുറാൻ വേറെ ഉണ്ടല്ലോ, വലർന്ന ബാധതാലിക്ക ദഹഹ, വളർന്ന മതത്തിന അതിന് നീട്ടി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? വല്ലാർന്ന ബാധതാലിക്ക ദഹന്റെ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് റമദാൻ ബൂത്തി ഒരു യൂട്യൂബിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്, അൽ ജദീദ് ഫി ഇജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ വല്ലാർന്ന അദ്ദേഹം പറയുന്നത് ഇജാസുൽ ലുഗവിയിലാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അനസ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ വല്ലാർന്ന ബാധതാലിക്ക ദഹാഹ എന്നുള്ളതിൻ്റെ അദ്ദേഹം പറയണത് അവിടെ
ദഹാഹ എന്നുള്ള വേർഡിന് പകരം മറ്റൊരു വേർഡും അവിടെ ആപ്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം തെളിയിക്കുന്നത്. നമ്മൾ ദഹ എന്നുള്ള വേർഡിന് അറബ് ഭാഷ നിഘണ്ടുവിൽ തന്നെ 3 അർത്ഥങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് അള്ളമഹ എന്നുള്ള അർത്ഥം, അതായത് ആ ഭൂമി നമ്മൾ വലിയൊരു ഗോളമാക്കി എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം ഇംബസത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ അതിലൊരാൾ കൈഫ സുത്തിഹത്ത് എന്നുള്ള അർത്ഥം, എങ്ങനെ പരത്തി എന്നുള്ളത്. പിന്നെ ഒരർത്ഥം പറഞ്ഞത് ഈ അദ്ഹയ്യത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? ഒട്ടകപക്ഷിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ? അത് ഒരു സ്ഫിറിക്കൽ ഷേപ്പിലാണ് ഈ അദ്ഹയ്യത്ത് എന്നുള്ള സ്വാഭാവികമായിട്ടും അറബ് ഭാഷ പഠിച്ചവർക്ക് അറിയാലോ, ദഹയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ ദഹക്ക് എന്തും അർത്ഥമുണ്ട്, സ്ഫിറിക്കൽ ഷേപ്പിലാക്കുക എന്നുള്ള അർത്ഥം കൂടി എന്തിനുണ്ട്, ദഹക്ക് അർത്ഥമുണ്ട്. അതിന് അദ്ദേഹം അറബ് ഭാഷ നിഘണ്ടു എന്നതിന് ഉപരി അത് ഒരു കവിത ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അത് തെളിയിക്കുന്നുണ്ട്. രസകരമായ കവിത ഉണ്ട്, ഇബ്നു റൂമിൻ്റെ, ഒരു ഹബ്ബാസിൻ്റെ, അതായത് ഒരു റൊട്ടി കച്ചവടക്കാരൻ്റെ അടുത്ത് കൂടെ അദ്ദേഹം നടന്നു പോകുന്ന പാടിയൊരു പാട്ടാണ്. എന്താ ഇൻ അൻസലൻ അൻസ, അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ്. അതിൽ എന്ത് വരുന്നുണ്ട്, ഫതുഹുർ റുഖാഖത്ത്, അങ്ങനെ ഒരു വേർഡ് വരുന്നുണ്ട്. അവിടെയുള്ള ആ ഫതുഹുർ റുഖാഖത്തിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ആ റൊട്ടിയെ പരത്തി, അതായത് ഇംബസത്ത എന്നുള്ള അർത്ഥം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ റൗണ്ടാക്കി എന്നുള്ള അർത്ഥത്തിന് വേറൊരു വേർഡ് അത് ആ കവിതയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കവിത ഉദ്ധരിച്ചിട്ടാണ് സയ്യിദ് റഹ്മാൻ ബൂത്തി ഈ അർത്ഥം ഇവിടെ 2 അർത്ഥം ഇതിനുണ്ട് എന്നുള്ളത് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വൽ അർള ബഅദ ദഹാഹ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു കോമൺ പീപ്പിൾ, അതായത് എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വൽ അർള ബഅദ ദഹാഹ എന്ന് അയാളോട് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ഓക്കെ അല്ല അള്ളമഹ ഇംബസത്തഹ അതിനെ പരത്തി എന്നുള്ള അർത്ഥം. അതേസമയം ഒരു എഡ്യൂക്കേറ്റഡ് ആയ ആൾ വരികയാണെങ്കിലോ അയാളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗോളമായിരിക്കെ പരന്ന് കാണാനുള്ള ഒരവസ്ഥ എന്നുള്ള ആ ഒരു ആസ്പെക്ട് എന്തുകൊണ്ടും ബൂത്ത് അവര് പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് അവിടെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്തായിരിക്കും ചോദിച്ചല്ലോ വല്ലാർന്ന മതത്തിന്റെ ഒരു കേസ് ചോദിച്ചല്ലോ. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അതന്നെയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റ് എന്നുള്ളത്. ഭൂമിയെ കുറിച്ച് വിശേഷിപ്പിച്ചാണ് അള്ളാഹു വൽ അർള മദദിനഹ, അതിനെ മദ്ദ എന്ന് പറഞ്ഞാൽ അതിനെ പരത്തി എന്നുള്ള അർത്ഥം, പരത്തി എന്നുള്ള അർത്ഥം തന്നെ, നീട്ടി എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരു വസ്തുവിനെ അതായത് അവിടെ അള്ളാഹു ഉദ്ദേശിച്ച മദദ എന്ന് പറഞ്ഞാൽ ജുസ്ഇയായ നീട്ടലല്ല. ജുസ്ഇ എന്ന് വെച്ചാൽ ഭാഗികമായൊരു നീട്ടലല്ല, പൂർണ്ണമായൊരു നീട്ടലാണ്. ഇത് നമ്മൾ ഒരു വസ്തുവിൽ പൂർണ്ണമായൊരു നീട്ടുക എന്നുള്ള സംഭവം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു റൗണ്ട് ഷേപ്പ് ആയിരിക്കണം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു സ്ക്വയർ, ഇപ്പോൾ ഒരു മേശ നമുക്ക് എടുക്കുക. ഒരു മേശയിൽ ഒരു മേശ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് കുഴപ്പമില്ല, 4 സൈഡ് നീളമുണ്ട്. എന്നാൽ ആ മേശൻ്റെ അവസാനം എൻഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭാഗത്തേക്ക് അദ്ദേഹത്തിന് എന്തില്ല, നീളലില്ല. ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എന്തുള്ളത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീളൽ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു അറന്ന മദദിനഹ എന്നുള്ളത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, സത്യത്തിനെതിരാണ്. അപ്പൊ ആ ഒരു അർത്ഥം റെഡി ആവണമെന്നുണ്ടെങ്കിൽ അത് സ്ഫെറിക്കൽ ഷേപ്പിൽ തന്നെ ആവണം. എന്നാലേ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്താവുള്ളൂ, നീളല് വരുള്ളൂ. അപ്പൊ ഈ അള്ളാഹു ഉപയോഗിച്ച ഓരോ വേർഡുകളും അത്ര ആപ്റ്റ് ആയിട്ടാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ ഖുർആനെതിരെ സ്ഥിരമായിട്ട് ഈ നിരീശ്വരത്തിൽ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാന്ന് ഖുർആനിൽ പറഞ്ഞില്ല. ഈ ഒരു ചോദ്യം നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ആ ഒരു ചോദ്യം സ്ഥിരമായിട്ട്. പക്ഷെ ഇതിലൊരു വലിയൊരു കോമഡി ഉണ്ട്. എന്താ വെച്ചാൽ ഈ സത്യങ്ങൾ എല്ലാം തുറന്ന് പറയണമെന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ എന്തുകൊണ്ട് ഭൂമി വരേണ്ടതാന്ന് ഖുർആൻ പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അത് പറയാനുള്ളതല്ല ഖുർആൻ. സയൻറ്റിഫിക് ഫാക്ട് വിളമ്പുക എന്നുള്ളതല്ല ഖുർആൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഖുർആൻ അള്ളാഹു അവതീർണമാക്കുന്നത്. അത് സയൻറ്റിഫിക് ഫാക്ട് വിളമ്പാനല്ല. അമീബ ഇര പിടിക്കുന്നത് ഖുർആനിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന അത്രത്തോളം തന്നെ അപ്രസക്തമാണ് ഭൂമി ഉരുണ്ടത് ഖുർആനിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നത്. അഥവാ ഭൂമി ഉരുണ്ടതാന്ന് പറയലല്ല ഖുർആന്റെ പണി. അതായത് ഖുർആനിൽ പറഞ്ഞത് എന്തായാൽ മതി, എല്ലതും പറയണമെന്നില്ല, പറഞ്ഞത് എന്തായാൽ സത്യമായാൽ മതി. അതുപോലെ തന്നെ ഈ ഭൂമി ഉരുണ്ടതാന്ന് ഖുർആൻ പറഞ്ഞു നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അവരൊക്കെ പറയുന്നത് പോലെ ഇന്നലെ അള്ള കുറവിയ എന്നൊരു വാക്ക് ഖുർആനിൽ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആദ്യം പറഞ്ഞിരുന്നു. സയൻസിന്റെ ആദ്യത്തെ കൺസെപ്റ്റ് എന്തായിരുന്നു? സയൻസ് എന്നുള്ള കാലത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഒരു തിയറി വന്ന് അതിനെതിരെ തെളിവ് വന്ന അടുത്ത തിയറി വരും. ആദ്യം ഭൂമി പരന്നതാന്ന് പറഞ്ഞിരുന്നവര് പിന്നീട് ഉരുണ്ടതാന്ന് പറഞ്ഞു. ഗലീലിയോയുടെ കാലത്തിന് ശേഷം പിന്നീട് ഉരുണ്ടതാന്ന് പറഞ്ഞു.
പിന്നീട് പറഞ്ഞത് കൃത്യമായിട്ട് ഉരുണ്ടതല്ല, ഒരു ഓവൽ ഷേപ്പാണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഓവൽ ഷേപ്പ് അല്ല, അഗ്രങ്ങളിൽ ഒരു പരന്ന സ്വഭാവം കൂടി ഭൂമിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഭൂമി ഖുറാനെങ്ങാനും ഇന്നല്ല കുറവിയാന്ന് പറയുകയാണെങ്കിൽ ഇതേ നിരീശ്വരാദികൾ എന്ന് ചോദിക്കും എന്തുകൊണ്ട് ഭൂമി വരേണ്ടതാന്ന് ഖുറാൻ പറഞ്ഞു എന്ന് ചോദിക്കും. സയൻസ് എന്നല്ല, ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയ സാധനമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷെ ഖുർആൻ അതല്ല, ഖുർആൻ ഇറങ്ങിയത് എന്താണോ അതിൽ മാറ്റമില്ല എന്നല്ലേ പറയല്. ഈ ഒരു വിഷയം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കണം. ഇപ്പൊ ഈ അടുത്ത് നിരീശ്വരവാദത്തിലേക്ക് വന്ന് ഒരു പയ്യൻ പറയുന്നത് കേട്ട് അവൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് പബ്ജി എന്ന് എത്രത്തോളം എന്റർടൈൻമെന്റ് തരുന്ന സാധനമാണ്, അത് സ്വർഗത്തിലുണ്ട് എന്ന് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു ചോദ്യമാണ്. ഇവരൊക്കെ ആ ചോദ്യം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഖുർആൻ ആ കാലത്തുകാരോട് ഈ കാലത്തുകാരോടൊക്കെ ഇവരൊക്കെ ഒരു ആസ്പെക്ട് അതാണ്. അഥവാ ആ കാലത്തിനോട് സംബന്ധിച്ചതുപോലെ ഈ കാലത്തിനോട് സംബന്ധിക്കണമെങ്കിൽ ഈ കാലത്തെ കാര്യം പറയണ്ടേ, അതാണ് ചോദ്യം. പക്ഷെ ഇതേ ചോദ്യം അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാം. കാരണം പണ്ട് കാലത്ത് ഇറങ്ങി സ്വാഭാവിക കാലത്ത്, അഥവാ ഫോണെന്നല്ല ഇലക്ട്രിക് എനർജി പോലും കണ്ടിട്ടില്ലാത്തൊരു സമുദായത്തോട് പബ്ജി സ്വർഗത്തിലുണ്ടാവെന്ന് പറഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കുക? അതിനെ കുറിച്ച് അവർ ചിന്തിക്കൂല. അഥവാ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് അവർ വാദിക്കുമ്പോഴും അവർ തന്നെ അവരുടെ വാദത്തിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണെന്ന് സാരം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ ഖുറാനിൽ എല്ലാ സത്യം പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷെ അങ്ങനെ പറഞ്ഞ ഉലമാക്കളില്ല നമുക്ക്, ഷാഫി ഇമാമ്, അലി അള്ളാഹിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ പറയപ്പെടല്ലോ. ഓലൊക്കെ ഖുറാനിലെ ലോകത്തുള്ള ഏത് ഒരു കോട്ടിങ് ആണ് നമുക്ക്. എന്റെ ഒട്ടകത്തിന്റെ കയറ് പോയാൽ പോലും ഞാൻ ഖുറാനിന്ന് തെരഞ്ഞ് അത്ര ചെറിയ പോലും തെരഞ്ഞു കണ്ടെത്തുന്ന കോട്ടിങ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോഴേ അഥവാ ഇത് പറയപ്പെട്ട ആൾക്കാർ അവരുടെ രീതി നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ഖുലഫാ റാഷിദുകളിൽ നാലാമൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ച് നമുക്കറിയാം. അതൊരു വേറെ ലെവലിൽ അറിവുള്ള ആളാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഷാഫി ഇമാമാണ്. ഷാഫി ഇമാമിനെ നമുക്കറിയാം, ഒരൊറ്റ മസ്അലയുടെ വിഷയത്തിന് വേണ്ടി വരെ ഖുർആൻ തിരിച്ചും മറിച്ചും 3-4 തവണ ഓതിയിട്ടൊക്കെയാണ് ഒരു മസ്അല കണ്ടുപിടിക്കാറ്. ഇവർ അത്രത്തോളം ഖുർആനുമായി അത്രത്തോളം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവര് ഈ ഖുർആനിൽ നിന്നും ഇങ്ങനെ ഇസ്തിംബാത്ത് ചെയ്ത് എടുക്കുന്ന കഥകളാണ് നമുക്കറിയാം. അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഷാഫി ഇമാമിൻ്റെ ഒരു സംഭവം ഓർമ്മ വന്നേ. ഒരിക്കൽ ഷാഫി ഇമാമിൻ്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ചെറിയ കുട്ടി, ഒരു 6 മാസം മാത്രം ഗർഭത്തിൽ വളർന്നിരുന്ന ഒരു കുട്ടീനായിട്ട് ഷാഫി ഇമാമിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ പൂർണ്ണ വളർച്ച ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഷാഫി ഇമാം എന്ത് ചെയ്യണേ, അപ്പോൾ അതിന് ആയിട്ടുണ്ട്, പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് എന്ന് പറയണ്ടേ. എന്നാൽ അതിന് ഷാഫി ഇമാം ഇങ്ങനെ പറയണത് അറിയാം, സ്ഥിരീകരിക്കുന്നത് അറിയാം. ഖുറാനിലുള്ള 2 ആയത്തുകൾ സൂറത്തുൽ അഹ്കാഫിലാണ് തോന്നുന്നു, അംലു ഫിസാലു സലാസൂന ഷെഹ്റ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടല്ലോ. അതേപോലെ തന്നെ സൂറത്തുൽ ലുക്മാനിൽ ഫിസാലു ഫി ആമേൻ, ഈ 2 ആയത്തുകൾ. അതിൽ നമ്മൾ 1ാമത്തെ ആയത്ത് എടുക്കുകയാണെങ്കിൽ അംലു ഫിസാലു, അതായത് ഹംല് പറഞ്ഞാൽ എന്താണ്, ഗർഭത്തിൽ നിൽക്കേണ്ട സമയം. ഫിസാലു പറഞ്ഞാൽ എന്താണ്, മുല കുടിക്കുന്ന സമയം എന്നല്ല, മുല കുടി നിർത്തുന്ന സമയം എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എത്രയാണ്, സലാസൂന ഷെഹ്റ, അതായത് 30 മാസം എന്നാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്. ഈ 2ാമത്തെ ആയത്തിൽ നോക്കുകയാണെങ്കിൽ അതിലെന്താ പറഞ്ഞു, ഫിസാലു ആമേൻ, അതായത് മുലകുടി നിർത്തുന്ന ഇതുവരെ വേണം, ഒരു 2 വർഷമാണ് അപ്പോഴാണ് നിർത്തേണ്ടത്. ഇത് 2 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തേ 24 മാസങ്ങളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 30ഉം ഈ 24ഉം കുറച്ച് എത്ര കിട്ടി, 6 കിട്ടി. അപ്പോൾ അത് എന്ത് മനസ്സിലായി? അപ്പോൾ ആദ്യം പറഞ്ഞ ആയത്തിലുള്ള ഹംലിന് എത്ര മതി, 6 മാസം മതി. 6 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു 6 മാസം ഗർഭത്തിൽ ഉണ്ടായാൽ തന്നെ കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ഈ 9, 10 അല്ല, അതൊക്കെ എന്താണ് കുട്ടിയുടെ പരിപൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 6 മാസം കൊണ്ട് എത്തിയാൽ തന്നെ ആ കുട്ടിക്ക് എന്ത് ചെയ്യുക, വളർച്ച എത്തിയെന്ന് പറയാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ഷാഫി ഇമാമിൻ്റെ ചിത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ സയൻറ്റിഫിക് ആസ്പെക്റ്റ് നമ്മൾ കുറേ ചർച്ച ചെയ്തല്ലോ. ഖുർആൻ്റെ വേറൊരു ആസ്പെക്റ്റാണ് നമ്മൾ സോഷ്യൽ ട്രാൻസ്മിഷൻ നടത്താനുള്ള ഒരു കഴിവ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സയ്യിദ് റമദാൻ ബൂത്തിയൊക്കെ പറയുന്നത് ഇതൊരു ഖുർആൻ്റെ ഒരു എജാസായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എജാസു തശ്രീഇ, അങ്ങനെയാണ് അദ്ദേഹം അതിന് ഒരു എജാസായിട്ട് അവതരിപ്പിക്കുന്നത്. അതായത് നമ്മൾ സോഷ്യോളജിയിലൊക്കെ പഠിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ് എന്ത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ. അതായത് ഒരു സമൂഹം മാറി വരണം എന്നുണ്ടെങ്കിൽ അത് സെഞ്ചുറികളോളം, ഇയറുകൾ പോയിട്ട് സെഞ്ചുറികൾ എടുക്കുന്ന, അതായത് ആ ഒരു സമൂഹം പൂർണ്ണമായി മാറണം എന്നുണ്ടെങ്കിൽ ഒരു കൾച്ചർ നൂറ്റാണ്ടുകളോളം എടുത്താലേ കഴിയുള്ളൂ. കേസ് നമ്മൾ എന്താ ഖുർആനിലേക്ക് വെച്ച് നോക്കുക, ഖുർആന് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ ഖുർആന് അവതീർണമാവുന്ന ആ ഒരു ആസ്പെക്ട് എടുക്കാൻ, ആ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കുക. ഒരു ജാഹിലിയ 6-ാം നൂറ്റാണ്ടിലെ ഒരവസ്ഥയും ഒരു 7-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇസ്ലാം വന്ന് ശരീഅത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഈ രണ്ട് ചിത്രങ്ങൾ എടുത്താൽ അട്ടറി ഡിഫറെൻ്റ് ആണ്. രണ്ടും
രണ്ട് അതാണ് ഞാൻ ആടെ പറഞ്ഞത്. അപ്പോൾ ഈ ഖുർആന് മാക്സിമം എടുത്ത ടൈം 23 വർഷം, അതായത് ഖുർആൻ ഇറങ്ങിയതില്ല ലാസ്റ്റ് വരെയുള്ള 23 വർഷമാണ്. അത് ആ സമൂഹത്തെ നേരെ ചെറുതായിട്ട് മാറ്റിയല്ല, നേരെ പരിവർത്തനം. ആ സമൂഹം എങ്ങനെയായിരുന്നു അതിനെ നേരെ ഉൾട്ടയാക്കിയിട്ടാണ് ഖുർആൻ മാറ്റുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു ഡിവൈനിറ്റി ഉണ്ട്. അതായത് ഖുർആൻ ദൈവികമാണെന്നുള്ളതിന്റെ പ്രൂഫായിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ വെക്കാലോ. കാരണം ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഇബ്നു ഖൽദൂൻ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച തിയറിയാണ് ഇത്. സെഞ്ചുറികൾ പ്രോസസ് ആവശ്യമുണ്ട്, കുറേ ടൈം വരുന്നതിന് മുമ്പത്തെ ഒരു കാലഘട്ടം എടുക്കുകയാണ് നമുക്കറിയാം. മറ്റേ WW എന്ന് അറിയില്ലേ, വാർ വൈൽഡ് വുമൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമുദായം. കവിതകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഒരു ദിവസം പെണ്ണിനെയും കള്ളും കിട്ടി, ആ ദിവസം എനിക്ക് കിട്ടി പറഞ്ഞ അങ്ങനത്തെ കവിതകളൊക്കെ അത് മാത്രം ലക്ഷ്യമാക്കി നടന്നിരുന്ന ഒരു സമുദായത്തിനാണ് ഒരു ദൈവം എന്നൊരു കള്ളിന്റെ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഖുർആൻ ഒരു 23 വർഷം കൊണ്ട് അതിരുന്നത്. പക്ഷെ അതിലേറെ കുറഞ്ഞ സമയം കൊണ്ടാണ് ആ ഒരു കള്ള് എന്നുള്ള ഒരു കൾച്ചർ മദ്യത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സമുദായം പോട്ടെ, ഒരാളെ റിഹാബിലേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാല് എത്രത്തോളം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് അറിയാം. ഇപ്പം ഒരു മനുഷ്യന് റിഹാബിലേറ്റ് 4-5 മാസം എടുത്ത ഒരാളെ ഇതിന് മാറ്റിയെടുത്തെന്ന് വിചാരിക്കുക. അയാൾ വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കുന്ന സമയത്ത് അയാൾ സ്ഥിരമായിട്ട് കൂട്ടുന്ന ഒരു ടച്ചിങ്സിന് കൂട്ടുന്ന ഒരു അച്ചാർ അയാൾ കൂട്ടിയാൽ തിരിച്ചു പോകുന്ന പറയുന്നത്. അത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരാളെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇതൊരു സമുദായത്തിന് മൊത്തത്തിൽ ഈ ഒരു അഡിക്ഷൻ മാറ്റിയെടുത്തെന്ന് പറയുമ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടി ഉണ്ട്. ഈ ഒരു ഇത് സൊസൈറ്റിയിൽ ഈ ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മളെ ഗസയിലുള്ള ഫലസ്തീനികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ ഈ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, ഒരു എത്ര ബുദ്ധിമുട്ടിച്ചാൽ ഈമാനിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ള ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ആക്കി മാറ്റിയതിൽ ഖുർആന്റെ പങ്കിനെ കുറിച്ച് അതെ അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഈ വിഷയത്തിൽ, അതായത് അവര് തുടങ്ങുന്ന സമയത്ത് തന്നെ അവരൊരു ഖുർആൻ വിപ്ലവം കൂടി നടത്തിയിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കുക. ഇപ്പൊ ഈ ഹമാസ് എന്ന സംഘടന തുടങ്ങുന്ന സമയത്ത് തന്നെ അവര് അവിടെയുള്ള ഫലസ്തീനിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ഖുർആൻ അവരിലേക്ക് ഒരു കൾച്ചറായിട്ട് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. എന്റെ വക്തുലൂഹും ഐഫ് വജത്തുമൂഹും വെച്ചിട്ട് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ആരോപണം വരുന്നതാണ്. പക്ഷെ അതേ ഖുർആൻ വെച്ചിട്ട് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം എന്ന് ഹമാസ് പഠിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. ഈ കുട്ടികളൊക്കെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മള് ചില മാധ്യമപ്രവർത്തകർ വീഡിയോയിലൊക്കെ ഉണ്ട്, കുട്ടികളോട് ഇങ്ങനെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു തരുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികൾ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ അത് പറയാൻ മാത്രം അവരെ വളർത്തിയെടുത്തെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങളൊക്കെ മറുപടി കൊടുക്കണൊക്കെ ആയത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഓരോ വീഡിയോ ഇപ്പോഴത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കുറച്ച് ലേഖനങ്ങൾ ഇതൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. ഈ പലസ്തീൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ഒരു ഇന്റർനാഷണൽ പത്രം തോന്നുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹാഫിളിങ്ങളുള്ളത്, ഈ ഏറ്റവും കുറവ് ജനസംഖ്യ മാത്രമുള്ള ഈ ഗസ സ്ട്രിപ്പിലാണെന്നാണ് ഈ ഒരു പലസ്തീൻ ക്രോണിക്കിൾ എന്നുള്ള അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഒരു ഖുർആന്റെ കൾച്ചർ അവിടെ ഉണ്ടാക്കിയെടുത്തു. അത് ഇഫ്ലിന്റെ കോലത്തിലാവട്ടെ അല്ലെങ്കിൽ അതിന്റെ പഠിച്ചുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇവരുടെ വിശ്വാസം കണ്ടിട്ട് പല വീഡിയോസും കാണാണ്. യൂറോപ്പിലെ പല ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ കുറച്ച് മുന്നേ ആയിട്ട് ഒരു റീലിലോ ഷോർട്സിലൂടെ ആയിട്ടൊരു കണ്ടതാണ്. അതായത് ഒരു സ്ത്രീയോട് എന്താണ് ഈ ഇന്റർവ്യൂവിലാണ്. അതായത് ആ സ്ത്രീ ഐ തിങ്ക് ഷി വാസ് എ ക്രിസ്ത്യൻ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ വന്നിട്ട് ഇപ്പോൾ എന്താണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയോട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് എന്തിനു വന്നത് അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്, എന്ത് കാരണത്താൽ എന്താണ് അതിനെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ആ സ്ത്രീ പറയുന്നത് ഇതേപോലെ ഞാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ ഫലസ്തീൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഒരു ഉമ്മ, കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ എന്ത് ചെയ്യണേ, സ്വന്തം കുഞ്ഞ് ചെറിയൊരു കുഞ്ഞിൻ്റെ ശവശരീരം മയ്യത്ത് പിടിച്ചുകൊണ്ട് പറയണത് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ എന്ന് പറയണേ. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും എന്തായി അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെയാണ് ഇതിനുള്ള കോൺഫിഡൻസ് കിട്ടണേ? അത് സ്വന്തം ഒരു മോൻ മരിച്ചു വെക്കുമ്പോൾ ഒരു ഉമ്മാൻ്റെ അവസ്ഥ ആലോചിക്കുക. അതൊരു ചെറിയ കുട്ടി മരിച്ചു കൊടുക്കുമ്പോൾ ആ ഇത്രയൊരു ധൈര്യത്തിൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇതെന്താണ് ഈ സംഭവം ഇസ്ലാമിനെ കുറിച്ച്. അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഖുർആനെ കുറിച്ച് ആ സ്ത്രീ പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. ആ സ്ത്രീ പറയാണ്, ഞാൻ ആ ഖുർആൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ, അതിൻ്റെ പാരായണം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് എന്നോടാണ് സംസാരിക്കുന്നത്. എനിക്ക് കറക്റ്റ് തോന്നി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളോട് ഖുർആൻ സംസാരിക്കുന്നു പറഞ്ഞല്ലോ. അതേപോലെ എന്ത് ചെയ്യും, ആ സ്ത്രീ പറയാണ് ഒറിജിനലി യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സ്ത്രീ ഒരുപാട് പേര് ഇതേപോലെ വേറെ വീഡിയോയിലുണ്ട്. പല രാജ്യങ്ങളിലായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാം.
സ്ത്രീകൾ മാത്രമല്ല ഒരുപാട് ആളുകൾ പലസ്തീൻ്റെ ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല എത്ര ഒരു ദൃഢത ഈ വിശ്വാസം, അതായത് മയ്യത്ത് മകന് മരിച്ചപ്പോൾ പോലും ഇപ്പം ഇതൊക്കെ നമ്മൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ കേട്ട കഥകളാണ്. മറ്റേ ഏതോ ഉഹദ് യുദ്ധത്തിൽ ഏതോ ഒരു ബദർ യുദ്ധം തന്നെ 1000 വരുന്ന തൻ്റെ മകന് പോയി, ഭർത്താവ് പോയി, അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ഒരു ഇത് അതേ ഒരു ഈമാനിക ആവേശമാണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. രണ്ടു ഭാഗത്തും പ്രവർത്തിച്ചത് ഖുർആനാണ് രണ്ടിന്റെയും ബേസ്. അതുപോലെ തന്നെ ബദറിന്റെ ഒരു സംഭവം അറിയില്ല, 1000 വരുന്ന ഒരു സൈന്യത്തിന് ഇവർ 313 മലയാളികളെ ഇറക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഒരു ഈമാനികമായ ശക്തി. അതേ ശക്തിയാണ് ശരിക്കും ഹമാസൊക്കെ ശരിക്കും നടപ്പാക്കിയിട്ടുള്ളത്. പലസ്തീൻ്റെ ഇത് പറഞ്ഞപ്പോഴേ ഞാനിപ്പോൾ എടുത്ത് മറ്റേ ഓതുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ആയത്ത് കണ്ടപ്പോഴേ ഇപ്പം നമ്മൾ അൽ-ബഖറ സൂറത്തിൽ 2ാമത്തെ ദിവസത്തിൻ്റെ ശേഷം ഒരു 2-3 പേജ് 2-3 പേജ് 3ാമത്തെ പേജിൻ്റെ തുടക്കമാകുന്നുണ്ട്. അതിൽ നമ്മളെന്ത് ഒരു ആയത്ത് വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അപ്പോൾ എന്ത് ഈ ആടെ അള്ളാഹു പറയുന്നത് ഈ ഷഹീദായ ആളുകളെ കുറിച്ചാണ്. ഷഹീദായ ആളുകളെ കുറിച്ച് നിങ്ങൾ അവർ മരിച്ചു എന്ന് കരുതരുത്, അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അതിൻ്റെ ശേഷം ഈ ഒരു വിഷയം അവിടെ പറഞ്ഞിട്ട് ശേഷം അള്ളാഹു പറയണത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അത് വലനബ്ലുവന്നകും അള്ളാഹു അവിടെ ഉപയോഗിച്ച ടേം അറബ് ഭാഷ നമ്മൾ എന്തായാലും പരീക്ഷിക്കും. എന്നിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫലസ്തീനികളോട് കൂടുതൽ ബന്ധമുള്ളതാണ്. പോലെ നബുലുവന്നക്കും ഞങ്ങൾ എന്തായാലും പരീക്ഷിക്കും. മിനൽ ജോയ് ഏറ്റവും കൂടുതൽ ഇന്ന് ഗസയിലുള്ള യുണൈറ്റഡ് നേഷൻ്റെ കണക്കനുസരിച്ച് തന്നെ അവിടെ 1.5 മില്യണോളം ആളുകൾ ഇന്ന് പട്ടിണിയുടെ വക്കിലാണ്. മരണങ്ങളുടെ വക്കിലാണ്. അപ്പൊ അതാണ് അള്ളാഹു പറയുന്നത് മിനൽ ജോയ്. അവിടെ ഇസ്രായേൽ ഒരു രാത്രി പോലും ഒരുപാട് ചിത്രങ്ങളൊക്കെ വന്നിരുന്നു, ഒരു കുട്ടികളെ പേടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെയധികം രാത്രി പോലും പേടിയില്ലാതെ ഉറങ്ങാൻ കഴിയാത്തൊരു സമൂഹമാണ്. പിറ്റേ ദിവസം ഉണ്ടാവണമെന്നില്ല. അവരെ കുറിച്ചാണ് ഈ ആയത്ത് അല്ലാഹു പറയുന്നത്. എനിക്ക് ശരിക്കും തോന്നി മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി. എത്ര സമ്പത്തുകളാണ് അവിടെ നശിച്ചു പോയത്, അംഫുസ് എത്ര ശരീരങ്ങൾ അവിടെ പെടഞ്ഞു. ഒക്ടോബർ 7 മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 7 മാസം കഴിഞ്ഞ് 8 മാസത്തോളം ആവാനായല്ലോ. എത്ര 35,000 ഒഫീഷ്യൽ കണക്ക് പ്രകാരം നോക്കിയാൽ വരുമല്ലോ. പിന്നെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് സമറാത്ത്, നമ്മളെ ഒലിവ് മരങ്ങളെയും അത്തിപ്പഴത്തിന്റെ ഒക്കെ നാടാണ്. എത്ര വലിയ കൃഷികളാണ് അവിടെ നശിച്ചു പോയത്. മാത്രമല്ല ഇസ്രായേൽ പട്ടാള എന്താണ് കീഴടക്കി വെച്ച സ്ഥലങ്ങളുണ്ടോ, ഒരുപാട് കൃഷികൾ ഇസ്രായേൽ കീഴടക്കി വെച്ച ഏരിയകളുണ്ടോ ഇവർക്ക് കിട്ടാതെ. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ശേഷം പറഞ്ഞാണ് എനിക്ക് തോന്നിയത് വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ഇങ്ങനൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ഇതിലൊക്കെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ആയിരിക്കാം പലസ്തീൻ ജനതയെ ഞാൻ പറഞ്ഞല്ലോ ഖുർആനാണ് അവരെ സ്വാധീനിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു സാധനം ആയിരിക്കാം ഫലസ്തീനികൾ ഇത്ര ഇങ്ങനത്തെ ആയത്തുകളായിരിക്കാം കൂടുതൽ സ്വാധീനിച്ചതെന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഫബശ്ശിരി സ്വാബിരി എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ ആയിഷ ബീവിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ സ്വാഭാവികൾ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കും നിബ്തങ്ങളെ കുറിച്ച് ചോദിക്കാനേ. അപ്പോൾ നിബ്തങ്ങളെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, കാന ഖുൽഖുൽ ഖുർആൻ. അതായത് നിബ്തങ്ങളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു എന്താണ് രൂപമാണ് നിബ്തങ്ങളെ സ്വഭാവം. അതല്ലേ നമ്മളിവിടെ പറഞ്ഞത്, ഈ ഖുർആന് സ്വഭാവമാക്കുക എന്നുള്ള അതേ ഒരു പ്രതിഭാസം നമുക്ക് ഈ ഫലസ്തീനുകളെ വിഷയത്തിൽ ഇത്രയും അക്രമങ്ങൾ എത്ര ദിവസങ്ങളായി മാസങ്ങളായിട്ടും ഓലിപ്പോൾ ആ ഒരു ഈമാനിക നമുക്ക് നമ്മളൊരു സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എത്ര ആയിട്ട് നടക്കില്ലെങ്കിൽ എന്താ പഠിച്ചോനെ ഇത് ഇങ്ങനെ ആ ഒരു ഇത് വന്നിട്ടൊരു മറ്റൊരു രൂപത്തിലൊക്കെ മാറിപ്പോകും. സമുദായങ്ങളെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ വ്യക്തികളെ തന്നെ മാറ്റിയെടുക്കാനോ ഉള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് സ്വഭാവം ഖുർആനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ഒരു നല്ല ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ അല്ല നല്ല ഓപ്ഷനാണെന്നല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഖുർആനെ ഇപ്പോൾ നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനം സ്വഭാവം നമ്മൾ ഖുർആനാക്കി എടുത്തൂടെ. തീർച്ചയായും. അപ്പോൾ ഈ ഇത് മൈൻഡപ്പ് ചെയ്യല്ലേ. പുതിയ ചർച്ചകളായിട്ട് നമുക്ക് ഇനിയും വരും എപ്പിസോഡുകളിൽ കാണാം. ഓഡിയൻസിനെ അറിയിക്കാനൊക്കെ പ്രതികരണങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കാം. നമുക്ക് മൈൻഡപ്പ് ചെയ്യല്ലേ. ഓക്കെ.